Hi everyone, welcome back to Learning Planet and let's begin. And I think now you people are able to speak a little bit. And let's continue and you will be more confident in coming days. Okay. നോക്കാം. Shall, should. These are modal auxiliaries and we have been discussing about modal auxiliaries and the usages. ഇനി നമുക്ക് എങ്ങനെയായിരിക്കും ഷാൽ ഷുഡ് ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. വി ഓൾ നോ വിൽ ഷാൽ ഓൾ ദീസ് ആർ ദ ഓക്സിലറീസ് ടു ഇൻഡിക്കേറ്റ് ദ ഫ്യൂച്ചറിറ്റി ഓഫ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തിയുടെ ഭാവിയിൽ സംഭവിക്കുന്നു എന്ന് നമ്മളൊരു പ്രവൃത്തിയെ ഭാവിയിലാണ് സംഭവിക്കുന്നതെന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ വില്ലും ഷാലൊക്കെ ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് മറ്റ് മോഡൽ ഓക്സിലറീസും ഭാവിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് സൂചിപ്പിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഷാൽ എന്നത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. വില്ലിന് പകരമാണ് ഷാൽ ഉപയോഗിക്കുന്നത്. വി ഷാൽ മീറ്റ് ഹിം ടുമോറോ. അപ്പോൾ നമ്മൾ അവനെ നാളെ മീറ്റ് ചെയ്യും, കണ്ടുമുട്ടും. അപ്പോൾ നാളെ കണ്ടുമുട്ടുമെന്ന് ഒരു നോർമലായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാനാണ് ഇവിടെ ഷാൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഷാൽ ഐ ഹെൽപ്പ് യു, ഷാൽ ഐ ഹെൽപ്പ് യു. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായമാണ്, ഒരു ഓഫറാണ് ഷാൽ ഐ ഹെൽപ്പ് യു. ആൻഡ് ഷാൽ ഐ ഡ്രോപ്പ് യു അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ചെയ്യട്ടെ എന്നൊക്കെ നമ്മളൊരു ചെയ്യാം എന്ന് നമ്മളൊരു ഓഫർ വെക്കുന്നു. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഐ എം ഗോയിങ് ടു ദി റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഐ തിങ്ക് യു ആർ ഓൾസോ ഗോയിങ് ദെയർ. സോ ഷാൽ ഐ ഡ്രോപ്പ് യു ദെയർ, ഷാൽ ഐ ഡ്രോപ്പ് യു അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തോട്ടെ അല്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, ഇതിങ്ങനെ ഒരു ഓഫർ പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ഷാൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷുഡ് എന്തിനായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഷുഡ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു ഫ്യൂച്ചറിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഷുഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് കാണിക്കാനാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. യു ഷുഡ് ജോയിൻ ഫോർ BSc കെമിസ്ട്രി ആഫ്റ്റർ +2. +2ന് ശേഷം നീ BSc കെമിസ്ട്രിക്ക് ചേരണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകണം, ചെയ്യണം, അങ്ങനെ ഒരു സജഷനാണ്. ഇപ്പോൾ ഷുഡ് ഇൻഡിക്കേറ്റ്സ് എ സജഷൻ. Here should indicates a suggestion. So this is my suggestion that you should join for chemistry after +2. Instead of we can simply say you should join for BSc chemistry after +2. Okay, then you should come back immediately. നീ ഉടൻ തിരിച്ചു വരണം. അപ്പോൾ നീ വരണം. ഒരു ചോദ്യമായിട്ട് വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം, വാട്ട് ഷുഡ് ഐ ഡു. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടു, ഞാൻ ഇനി എന്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ ചോദിക്കാൻ വിചാരിക്കുക, എക്സ്ക്യൂസ് മീ, ഐ ലോസ്റ്റ് മൈ ഡ്രൈവിംഗ് ലൈസൻസ് ഓൺ മൈ വേ. ഐ ലോസ്റ്റ് മൈ ഡ്രൈവിംഗ് ലൈസൻസ് ആൻഡ് വാട്ട് ഷുഡ് ഐ ഡു. അപ്പോൾ അതിന് ഒരു സജഷൻ ഇങ്ങോട്ട് വരും. യു ഹാഡ് ബെറ്റർ report the matter to the RTA office, or you had better file an FIR. You had better file a petition or a complaint in the police station, nearby police station. But you should go to the nearby police station and file a complaint there, lodge a petition, അങ്ങനെ പറയാം, lodge a petition, file a petition there. അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ നമ്മളത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. ഐ മീൻ എ കൺഫ്യൂഷൻ, ഐ പാസ് മൈ +2 വിത്ത് ഫുൾ A+ ആൻഡ് വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്. അപ്പോൾ നമ്മളൊരു സജഷൻ പറയുകയാണ്, ലെറ്റ് മീ സജസ്റ്റ്, ഓഫ് കോഴ്സ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയാൻ ഐ തിങ്ക് യു ഷുഡ് ജോയിൻ ഫോർ കെമിസ്ട്രി, BSc കെമിസ്ട്രി ആഫ്റ്റർ +2. അപ്പോൾ അത് അദ്ദേഹം എന്തെങ്കിലും സ്കോപ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഷുഡ് എന്നത് സാധാരണഗതിയിൽ ഒരു സജഷനാണ്. നിങ്ങളത് ചെയ്യണം, നിങ്ങളിത് ചെയ്യണം, നീ പഠിക്കണം, യു ഷുഡ് സ്റ്റഡി റെഗുലർലി. ഇപ്പോൾ വെള്ളം നന്നായി കുടിക്കണമെന്ന് പറയും അല്ലേ. യു ഷുഡ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. യു ഷുഡ് ഡ്രിങ്ക് 7 to 8 glasses ഓഫ് വാട്ടർ ഡെയിലി. 7 മുതൽ 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. 2 to 3 liters ഓഫ് വാട്ടർ. യു ഷുഡ് ഡ്രിങ്ക് 2 to 3 liters ഓഫ് വാട്ടർ റെഗുലർലി. അപ്പോൾ റെഗുലറായിട്ട് നീ ഇത്ര വെള്ളം കുടിക്കണം. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പം നീ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം. എങ്ങനെ പറയും? ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം. അപ്പോൾ നീ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം. യു, അവിടെ ഷുഡ് ചേർക്കുക. യു ഷുഡ് ഡ്രൈവ് കെയർഫുള്ളി.
മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ ഷുഡിൻ്റ് എന്നും പറയാം. യു ഷുഡിൻ്റ് നിങ്ങളവിടെ ഇരിക്കണമെന്നില്ല, നിങ്ങൾ കാത്തു നിൽക്കണമെന്നില്ല. യു ഷുഡ് വെയിറ്റ്, നിങ്ങൾ കാത്തു നിൽക്കണം. യു ഷുഡിൻ്റ് വെയിറ്റ് ഫോർ മീ. സോ ആഫ്റ്റർ 5 o'clock യു ഷുഡിൻ്റ് വെയിറ്റ് ഫോർ മീ. 5 മണിക്ക് ശേഷം നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ 5 മണി വരെയുള്ള സമയത്ത് വന്നാൽ മതി. ഓക്കെ, നമുക്ക് ഈ ഓക്സിലറീസ്, മോഡൽ ഓക്സിലറീസ് ഓരോ എണ്ണവും ഉപയോഗിക്കുമ്പം അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് മലയാളത്തിൽ പൂർണ്ണമായും അങ്ങനെ ഉൾക്കൊള്ളാനൊന്നും കഴിയില്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നോക്കാം. യു വിൽ കുക്ക് ഫോർ ദം. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പാകം ചെയ്യും. നീ അവർക്ക് വേണ്ടി പാകം ചെയ്യുമെന്നേ അർത്ഥമുള്ളൂ. വിൽ കുക്ക്, പാകം ചെയ്യും. ആൻഡ് യു വുഡ് കുക്ക് ഫോർ ദം. നീ അവർക്ക് വേണ്ടി പാകം ചെയ്യുക പതിവായിരുന്നു. പഴയ കാലത്തെ, ഭൂതകാലത്തിലെ, കഴിഞ്ഞ കാലത്തിലെ ഒരു പതിവിനെയാണ് നമ്മൾ വുഡ് ചേർക്കുക. അപ്പോൾ ആ കാലത്ത് ഡ്യൂറിങ് ദാറ്റ് ടൈം ഡ്യൂറിങ് 1980 to 85 they were working here and you would cook for them. നീ അവർക്ക് വേണ്ടി പാകം ചെയ്യുക പതിവായിരുന്നു. അപ്പോൾ വുഡ് കുക്ക് തന്നെ പതിവായി പാകം ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് യു ക്യാൻ കുക്ക് ഫോർ ദം. നിനക്ക് അവർക്ക് വേണ്ടി പാകം ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു കഴിവിനെ, എബിലിറ്റിയെ നമുക്ക് പാകം ചെയ്യാൻ, അതൊരു ഒരാളുടെ ഒരു കേപ്പബിലിറ്റി ആയിട്ട്, ഒരു കപ്പാസിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. സോ യു ക്യാൻ കുക്ക്, നിനക്ക് പാകം ചെയ്യാൻ കഴിയും. ഇനി യു കുഡ് കുക്ക് ഫോർ ദം. നിനക്ക് അവർക്ക് വേണ്ടി പാകം ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പോഴല്ല, ഇതൊരു പാസ്റ്റ് എബിലിറ്റിയാണ്. ഇതൊരു ശീലത്തെ കാണിക്കുന്നു. ഇതൊരു കഴിവിനെ തന്നെ പറയുന്നത്, പക്ഷേ കഴിയുമായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഇതങ്ങനെ ഒരു പതിവായിരുന്നു. മനസ്സിലായല്ലോ. ഇനി യു ഷുഡ് കുക്ക് ഫോർ ദം. അതുപോലെ തന്നെ യു ഷാൽ കുക്ക് ഫോർ ദം. നിങ്ങൾ അവർക്ക് വേണ്ടി പാകം ചെയ്യും. അപ്പോൾ ഷാൽ കുക്ക് എന്ന് പറഞ്ഞാൽ പാകം ചെയ്യുമെന്ന് തന്നെ, വിൽ കുക്ക് എന്ന് പറയുന്ന പോലെ തന്നെ. ആൻഡ് യു ഷുഡ് കുക്ക് ഫോർ ദം. ഇവിടെ പക്ഷേ നിങ്ങൾ അവർക്ക് വേണ്ടി പാകം ചെയ്യണം. ഇതിൽ നിർബന്ധ ബുദ്ധിയല്ല പറയുന്നത്, നീ അവർക്ക് വേണ്ടി പാകം ചെയ്യണം. ഒരു സജഷനാണ്. ഐ തിങ്ക് യു ഷുഡ് കുക്ക് ഫോർ ദം. അപ്പോൾ നമുക്കിത് മാത്രം നോക്കാം. വിൽ കുക്ക്, പാകം ചെയ്യും. വുഡ് കുക്ക്, പാകം ചെയ്യുക പതിവായിരുന്നു. ക്യാൻ കുക്ക്, പാകം ചെയ്യാൻ സാധിക്കും, കഴിയും. കുഡ് കുക്ക്, പാകം ചെയ്യാൻ കഴിയുമായിരുന്നു, പാസ്റ്റ് എബിലിറ്റി. ഷാൽ കുക്ക്, പാകം ചെയ്യുമെന്ന് തന്നെ. ആൻഡ് ഷുഡ് കുക്ക്, പാകം ചെയ്യണം, ഒരു നിർദ്ദേശമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. ഡു എന്നാണ്, ചെയ്യുക. വിൽ ഡു ചെയ്യും. വുഡ് ഡു, ചെയ്യുക പതിവായിരുന്നു. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ഐ വിൽ ഡു ഓൾ ദ ഹോംവർക്ക്സ് ഫോർ മൈ ബ്രദർ. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി എല്ലാ ഹോംവർക്കുകളും ചെയ്യുക പതിവായിരുന്നു. അപ്പോൾ നോക്കുക, വിൽ ഡു ചെയ്യും, വുഡ് ഡു ചെയ്യുക പതിവായിരുന്നു. അങ്ങനൊരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ക്യാൻ ഡു, ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ഓൾ ദ ഹോംവർക്ക്സ്. എനിക്ക് എല്ലാ ഹോംവർക്കുകളും ചെയ്യാൻ കഴിയുമെന്നാണ്. കഴിയും. പിന്നെ ഐ കുഡ് ഡു എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിയും. ഐ കുഡ് ഡു, ചെയ്യാൻ കഴിയുമായിരുന്നു. ഇനി ഷാൽ ഡു എന്ന് പറയുമ്പോൾ ചെയ്യും എന്ന് തന്നെയാണ് അർത്ഥം. ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്നാണ്. ഇപ്പോൾ റൈറ്റ് എന്ന വെർബ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് വെർബ് മാത്രം ഉപയോഗിച്ച് നോക്കാം. വിൽ റൈറ്റ്, നോർമലി ചിന്തിച്ച് നോക്കാം. വിൽ റൈറ്റ്, എഴുതും. വുഡ് റൈറ്റ്, എഴുതുക പതിവായിരുന്നു, ശീലമായിരുന്നു. ഐ വുഡ് റൈറ്റ് റെഗുലർലി. ഡ്യൂറിങ് മൈ സ്കൂൾ ഡേയ്സ് ഐ വുഡ് റൈറ്റ് റെഗുലർലി. സ്കൂൾ ദിവസങ്ങളിൽ, ആ കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരമായിട്ട് എഴുത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഐ വുഡ് റൈറ്റ്. ദെൻ ക്യാൻ റൈറ്റ്, എഴുതാൻ കഴിയും. എനിക്ക് എഴുതാൻ കഴിയും, സാധിക്കും. സോ ഐ ക്യാൻ റൈറ്റ് 3 ലാംഗ്വേജസ്. എനിക്ക് 3 ഭാഷകൾ എഴുതാൻ കഴിയും. അപ്പോൾ ക്യാൻ റൈറ്റ്. ഇനി നമുക്ക് കുഡ് റൈറ്റ്. എന്താണ് വ്യത്യാസം? കുഡ് റൈറ്റ്, എഴുതാൻ കഴിയുമായിരുന്നു. ഇതോ എഴുതാൻ കഴിയും. അപ്പോൾ ഐ ക്യാൻ ഡ്രൈവ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഐ കുഡ് ഡ്രൈവ് ചെയ്യാൻ കഴിയുമായിരുന്നു. നോട്ട് നൗ, അല്ലേ? ഇനി ഷാൽ റൈറ്റ്, ഇവിടെയാണല്ലോ. അപ്പോൾ ഷാൽ റൈറ്റ്, എഴുതുമെന്ന് തന്നെയാണ്. ഷാൽ റൈറ്റ്, ഐ ഷാൽ റൈറ്റ്. ഐ വിൽ റൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇനി ഷുഡ് റൈറ്റ്, എഴുതണം. അവിടെ ഒരു സബ്ജക്റ്റ് ഐ ചേർത്തു. ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും. ഐ വുഡ് റൈറ്റ്, ഞാൻ എഴുതുക പതിവായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു. ആൻഡ് ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയും അല്ലെങ്കിൽ സാധിക്കും.
ഐ കുഡ് റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നു. ഐ ഷാൽ റൈറ്റ്, ഞാൻ എഴുതും. ഐ ഷുഡ് റൈറ്റ്, എനിക്ക് എഴുതണം. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മോഡൽ ഓക്സിലറീസ് നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഇന്നത്തെ സെഗ്മെൻറ്റിൽ മോഡൽ ഓക്സിലറീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്കതിൽ മസ്റ്റ്, ought to, ഇങ്ങനെ 2 കാര്യങ്ങളും കൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ മനസ്സിലാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ഈ ചാനൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പം എക്സാമിൻ്റെ സമയമാണ്. SSLC കുട്ടികൾക്കൊക്കെ ആവശ്യമായ ഒരു ചെറിയ ഗ്രാമർ സെഗ്മെൻറ്റ് അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് ഒരു സ്പോക്കൺ ഏരിയയ്ക്കപ്പുറത്തേക്ക് നമ്മൾ റൈറ്റിംഗ് സ്കില്ല് കൂട്ടാനും പരീക്ഷ എഴുതുന്നവർക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ 1-2 ഏരിയാസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാം. അപ്പോൾ 10th കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ 10th 9th ഉള്ള കുട്ടികൾക്ക് എക്സാം എഴുതുമ്പോൾ അത് കൂടുതലായിട്ട് പ്രയോജനപ്പെടും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.